ദൈവം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. കർത്താവിൻ്റെ വലിയ കൃപയാൽ ഒരു ദിവസം കൂടി നമുക്ക് കർത്താവ് ദാനമായി തന്നു. ഈ ജീവിതത്തിൽ ലഭിക്കുന്ന സമയങ്ങൾ എത്ര വിലപ്പെട്ടതാണ്. ഇതിൻ്റെ വില മനസ്സിലാക്കുന്നത് നിത്യത്തിൽ ചെല്ലുമ്പോൾ. ഈ സമയം ഈ ലോകയാത്രയിൽ നമുക്ക് ഏറ്റവും അതിപ്രധാനമായിരിക്കുന്ന കാര്യം നമ്മളും ദൈവവുമായിട്ടുള്ള ബന്ധമാണ്. ആ ബന്ധം എപ്രകാരമുണ്ട്? ഇന്നൊരു ദൈവത്തിലായി ജീവിക്കാനുള്ള ഭാഗ്യം നമുക്ക് ലഭിച്ചോ? ഒരു ദൈവത്തിന് ഏറ്റവും ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമേറിയ കാര്യം എന്താണ്? അത് കർത്താവുമായിട്ടുള്ള കൂട്ടായ്മയാണ്. കർത്താവിനെ അറിയുന്നതിൽ, കർത്താവിനെ അനുഭവിക്കുന്നതിൽ നമുക്ക് വളരെ ആഗ്രഹമുണ്ടായിരിക്കണം. കർത്താവിന് വേണ്ടിയുള്ള എരിവ്, ദാഹം, വിശപ്പ് എപ്പോഴും നമ്മളിൽ വർദ്ധിക്കണം. യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ട് നിത്യതയുടെ കാഴ്ചപ്പാട് ലഭിച്ച ഒരു വ്യക്തിയിൽ ഉണ്ടായിരിക്കേണ്ടത് ഈ ഒരു സ്വർഗീയ ദർശനം. അത് പ്രാപിച്ചാൽ അവർക്ക് ഒരിക്കലും പരാജയമുണ്ടാകില്ല. അത് നഷ്ടപ്പെടാതെ നമ്മൾ സൂക്ഷിക്കണം. ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം അബ്രഹാമിൻ്റെ വിശ്വാസം എന്നുള്ളതായിരുന്നു നമ്മുടെ ചിന്താവിഷയം. ഞാനതിനെ ഈ നിലയിൽ ഉപസംഹരിക്കുവാനായിട്ട് ഇന്ന് ആഗ്രഹിക്കുകയാണ്. അത് അബ്രഹാമിൻ്റെ വിശ്വാസം മൂലം അബ്രഹാമിന് ലഭിച്ച പദവികൾ എന്നുള്ളതിനെ കുറിച്ചാണ്. അബ്രഹാമിന് ലഭിച്ച പദവികൾ വളരെ പ്രധാനപ്പെട്ട 4 പദവികളെങ്കിലും എടുത്തു കാണിച്ച് ആ വിഷയം അവസാനിപ്പിക്കാമെന്ന് ആഗ്രഹിക്കുക. വളരെ ചിന്തനീയമാണ്, അതിശ്രേഷ്ഠമാണ്. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ നിത്യതയിൽ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ബോധ്യമുള്ളവരാണെങ്കിൽ ഈ ചെറിയൊരു ആയുസ്സിൽ നമ്മൾ അതിനുവേണ്ടി ഉത്സാഹിക്കും. ഇവിടെ അബ്രഹാമിന് ലഭിച്ചിരിക്കുന്ന ആ പദവികൾ, ഒന്നാമത്തെ പദവി എന്നുള്ളത് വിശ്വാസികളുടെ പിതാവ് എന്നുള്ള പദവിയാണ്. വിശ്വാസികളുടെ പിതാവ്. നമ്മൾ ഗലാത്യലേഖനം 3-ാം അധ്യായം 7-ാം വാക്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അതുകൊണ്ട് വിശ്വാസികളത്രേ അബ്രഹാമിൻ്റെ മക്കൾ എന്ന് അറിയുവിൻ. അപ്പോൾ വിശ്വാസികളാണ് അബ്രഹാമിൻ്റെ മക്കൾ, അല്ലെങ്കിൽ അബ്രഹാമിൻ്റെ മക്കൾ, അല്ലെങ്കിൽ അബ്രഹാം വിശ്വാസികളുടെ പിതാവാണ്. നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നമ്മൾ ദൈവമക്കളായി തീർന്നു. വിശ്വാസത്തിലൂടെ അവരെക്കുറിച്ച് പോലും പറയുന്നത് അവരും അബ്രഹാമിൻ്റെ സന്തതിയാണ്. നമ്മളതിൻ്റെ തന്നെ ഗലാത്യർ അതേ 3-ാം അധ്യായം അതിൻ്റെ അവസാന വാക്യം 29-ാം വാക്യം, ക്രിസ്തുയേശുവിന് ഉള്ളവർ എങ്കിലോ. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനുള്ളവരും അവരെക്കുറിച്ചും പറയുന്നത് എങ്കിലോ നിങ്ങൾ അബ്രഹാമിൻ്റെ സന്തതിയും വാഗ്ദത്തപ്രകാരം അവകാശികളുമാകുന്നു. വാഗ്ദത്തപ്രകാരം അവകാശികളുമാകുന്നു. അപ്പം അബ്രഹാമിന് ലഭിച്ചിരിക്കുന്ന ആ വാഗ്ദത്തങ്ങളെല്ലാം നമുക്കും അതിൽ പങ്കുണ്ട്, ഭാഗഭാക്കാണ് എന്നുള്ളത് വളരെ വ്യക്തമായി പറയുകയാണ്. നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ഓരോ വിശ്വാസിയെക്കുറിച്ചും ദൈവത്തിന് പറയാനുള്ള ഇതാണ്. നമുക്കറിയാം, നമ്മൾ കർത്താവ് കാണാതെ പോയവയെ തിരഞ്ഞ് രക്ഷിപ്പാൻ വന്നു. ആ കാര്യം പറയുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ എടുത്തു പറയുന്ന ഒരു കാര്യം സക്കായിയെക്കുറിച്ച് കാണുവാനായിട്ട് കഴിയും. അതിൻ്റെ 19-ാം അധ്യായം. അവിടെ സക്കായിയെക്കുറിച്ച് പറയുന്നത് അതിൻ്റെ 19-ന്റെ 9-ാം വാക്യം, ഇവനും അബ്രഹാമിൻ്റെ മകൻ ആകുന്നു. അബ്രഹാമിൻ്റെ മകനാകിയാൽ, അപ്പോൾ ഇവനും അബ്രഹാമിൻ്റെ മകൻ. നോക്കണം, എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ പറയാൻ കാരണം? കാരണം സക്കായിയുടെ ഭവനത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ സക്കായിൽ വലിയൊരു മാറ്റമുണ്ടായി. ഒരു യഥാർത്ഥ ദൈവത്തിൻ്റെ പൈതൽ ദൈവത്തിൻ്റെ ആ കൂട്ടായ്മയിലേക്ക് കടന്നു കഴിയുമ്പോൾ ഒരു സമൂലമായിരിക്കുന്ന മാറ്റമുണ്ടാവും. ആ മാറ്റം വളരെ പ്രാധാന്യമുള്ളതാണ്. ഇവിടെ സക്കായിയുടെ വീട്ടിലേക്ക് കർത്താവ് വന്നു കഴിഞ്ഞപ്പോൾ സക്കായിക്കുണ്ടായ മാറ്റം, സക്കായി ആരാണ്? ഒരു ചുങ്കക്കാരനായിരുന്നു. ചുങ്കക്കാരിൽ പ്രധാനിയാണ്. അപ്പോൾ അവിടെ ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായി, അതിൻ്റെ 19-2 നോക്കണം. അപ്പൊ ഈ സക്കായി കർത്താവ് തന്റെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അവൻ കർത്താവിനോട് പറയുന്ന ഒരു കാര്യം അതിന്റെ 8-ാം വാക്യത്തിലുണ്ട്. എന്താണ് പറയുന്നത്? കർത്താവേ,
എന്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട്. വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞു. കണ്ടോ, ദൈവവചനത്തെക്കുറിച്ചുള്ള യഥാർത്ഥ ബോധ്യം അവിടെ സക്കായിലുണ്ടാകുകയാണ്. അത് നമ്മൾ ചിന്തിക്കണം പ്രിയമുള്ളവരെ. എത്ര വിലപ്പെട്ട കാര്യമാണ്. സക്കായി ദൈവ സാന്നിധ്യം അടുത്തറിഞ്ഞു കഴിഞ്ഞപ്പോൾ സക്കായിയുടെ ജീവിതം പൂർണ്ണമായിട്ടും മാറ്റപ്പെടുകയാണ്. ഇവിടെ തനിക്ക് പറയാനുള്ളത്, ഞാൻ എന്തു ചെയ്യുന്നു? ഞാൻ എന്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. പിന്നെ ചതിവായി വാങ്ങിയത് 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു. നോക്കണം എന്ന് പറഞ്ഞാൽ ഇനിയും താനൊരു ദ്രവ്യാഗ്രഹിയായിരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. വളരെ ചുങ്കക്കാര് പ്രത്യേകിച്ചും വളരെ ധനമോഹികളായിരുന്നു. എന്നാൽ തനിക്ക് ഈ ലോകത്തോടും ധനത്തോടുമൊക്കെയുള്ള ആ പ്രതിപത്തി ഇല്ലാതായി തീർന്നു. അങ്ങനെ തന്റെ പ്രഖ്യാപനം കേട്ട് കഴിഞ്ഞപ്പോൾ കർത്താവ് പറയുകയാണ്, ഇവനും അബ്രഹാമിന്റെ മകനാകിയാൽ. ഇവനും അബ്രഹാമിന്റെ മകൻ. നമുക്കറിയാം, യഹൂദന്മാരെപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങൾ അബ്രഹാമിന്റെ മക്കളെന്ന. എന്നാൽ അവരെക്കുറിച്ച് കർത്താവ് പറഞ്ഞ എന്തുവാ? നിങ്ങൾ പിശാച് നബിയുടെ മക്കളെന്ന. അവർക്ക് പറയാനുണ്ടായിരുന്നത്, അവരെക്കുറിച്ച് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 39-ാം വാക്യത്തിൽ യഹൂദന്മാര് കർത്താവിനോട് പറയാണ്, അവർ അവനോട് അബ്രഹാം ആകുന്നു ഞങ്ങളുടെ പിതാവ്. നോക്കണം. അപ്പോൾ കർത്താവിന് പറയാനുള്ളത്, നിങ്ങൾ അബ്രഹാമിന്റെ മക്കളെങ്കിൽ അബ്രഹാമിന്റെ പ്രവർത്തികളെ ചെയ്യുമായിരുന്നു. കണ്ടോ? അപ്പോൾ നിങ്ങൾ അബ്രഹാമിന്റെ മക്കളായിരുന്നെങ്കിൽ അബ്രഹാമിന്റെ പ്രവർത്തികളെ ചെയ്യുമായിരുന്നു. എന്നാൽ അവർ അങ്ങനെ ചെയ്തില്ല. അതുകൊണ്ടാണ് അതിന്റെ 44-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞു, നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ. നോക്കുക, അവരെ ദൈവം കർത്താവ് വിളിച്ചത് പിശാച് എന്ന പിതാവിന്റെ മക്കൾ എന്നാണ്. എന്നാൽ അബ്രഹാമിന്റെ പ്രവൃത്തി ചെയ്ത സക്കായിയെ വിളിച്ചത്, അപ്പൊ യഹൂദന്മാരുടെ മധ്യത്തിൽ ചുങ്കക്കാർക്ക് യാതൊരു വിധത്തിലുള്ള ബഹുമാനം ഉണ്ടായിരുന്നില്ല. തള്ളപ്പെട്ടവരാ, ഏറ്റവും വലിയ ഭീകരപാപികളായി എണ്ണപ്പെട്ടിരുന്നവരാ. എന്നാൽ ആ സക്കായിയെക്കുറിച്ച് കർത്താവ് പറഞ്ഞത് ഇവനും അബ്രഹാമിന്റെ മകനെന്നാണ്. എന്നാൽ ഇവിടെ വലിയ ഭക്തശിരോമണികളായി അഭിനയിച്ച യഹൂദന്മാരോട് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കളെന്നാണ്. കാരണം അവരുടെ പ്രവർത്തികൾ അങ്ങനെയായിരുന്നു. അപ്പോൾ ഒരു വൃക്ഷത്തിന് ഫലം കൊണ്ട് തിരിച്ചറിയാം. നമ്മൾ ചിന്തിക്കണം പ്രിയമുള്ളവരെ. നമ്മൾ ഇന്ന് ഒരു ലേവൽ വിശ്വാസിയായിട്ട് ജീവിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ ജീവിതത്തിലെ പ്രവൃത്തികൾ എങ്ങനെയുണ്ട്? നമ്മളാരും പ്രവൃത്തിയാൽ രക്ഷിക്കപ്പെട്ടവരല്ല കേട്ടോ, അവിടെ തെറ്റിദ്ധരിക്കരുത്. എന്നാൽ രക്ഷിക്കപ്പെട്ടവർ അവരുടെ പ്രവൃത്തി ഉണ്ടായിരിക്കണം. നമ്മളിൽ ഈ രക്ഷയുടെ അനുഭവം ഉണ്ടെങ്കിൽ അവരിൽ നിശ്ചയമായും ആ പ്രവൃത്തി ഉണ്ടാവും. അപ്പോൾ ഒന്ന്, ഇവിടെ അബ്രഹാമിന് ലഭിച്ചിരിക്കുന്ന പദവി എന്ന് പറഞ്ഞാൽ അവിടുന്ന് എല്ലാ വിശ്വാസികൾക്കും പിതാവാണെന്നുള്ളത്. എല്ലാ വിശ്വാസികൾക്കും പിതാവാണ്. രണ്ടാമത്തെ പദവി, അവിടുന്ന് ബഹുജാതികൾക്ക് പിതാവാണെന്ന്. നമ്മൾ റോമാലേഖനം അതിൻ്റെ 4-ാം അധ്യായം, റോമാലേഖനം 4-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം, അതിൻ്റെ അവസാന ഭാഗം കേട്ടോ. ഞാൻ നിന്നെ ജാതികൾക്ക് പിതാവാക്കി വെച്ചു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചു. അപ്പോൾ ദൈവം അബ്രഹാമിനെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചു. എല്ലാ ജാതികളിലും വിശ്വസിക്കുന്നവരെല്ലാം അബ്രഹാമിന്റെ മക്കളാണ്. അതാണ് വലിയൊരു കാര്യം. അതിനകത്ത് അഗ്രചർമ്മികളെന്നോ അല്ലെങ്കിൽ അവിടെ വായിക്കുന്ന എന്തുവാ പരിച്ഛേദനക്കാരെന്നോ എന്നുള്ള വ്യത്യാസമില്ല. എല്ലാവർക്കും. അബ്രഹാം എപ്പോഴാണ് നീതീകരിക്കപ്പെട്ടത്? ഈ പരിച്ഛേദന ഏൽക്കുന്നതിന് മുൻപെയാണ്. അപ്പോൾ നമ്മൾ അതിന്റെ തന്നെ ഈ റോമാലേഖനം 4-ാം അധ്യായം 11-12 വാക്യം വായിക്കുമ്പോൾ അഗ്രചർമ്മത്തിൽ വെച്ചുണ്ടായിരുന്ന വിശ്വാസ നീതിക്ക് മുദ്രയായി പരിച്ഛേദന എന്ന അടയാളം അവന് ലഭിച്ചത് അഗ്രചർമ്മത്തോടെ വിശ്വസിക്കുന്നവർക്ക് കൂടെ നീതി കണക്കിടുവാൻ തക്കവണ്ണം താൻ അവർക്കും എല്ലാവർക്കും പിതാവായിരിക്കേണ്ടതിനും പരിച്ഛേദന മാത്രമുള്ളവരല്ല, നമ്മുടെ പിതാവായ അബ്രഹാമിന്
അഗ്രചർമ്മത്തിൽ വെച്ച് ഉണ്ടായിരുന്ന വിശ്വാസത്തെ അനുഗമിക്കുന്നവരായ പരിച്ഛേദനക്കാർക്കും പിതാവായിരിക്കേണ്ടത് തന്നെ. അപ്പോൾ അഗ്രചർമ്മത്തിൽ ആ സമയത്ത് അല്ലെങ്കിൽ തനിക്ക് പരിച്ഛേദന ഏൽക്കുന്നതിന് മുൻപാണ് ദൈവം അബ്രഹാമിന്റെ വിശ്വാസത്തെ അംഗീകരിച്ച് അവനെ നീതിവാൻ ആയിട്ട് കണക്കിട്ടത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ അഗ്രചർമ്മി എന്നോ പരിച്ഛേദനക്കാരനെന്നോ ഉള്ള ആ ഒരു വ്യത്യാസമല്ല, അബ്രഹാമിന്റെ വിശ്വാസമാണ് ഇവിടെ ആധാരം. വളരെ വിലപ്പെട്ട കാര്യമല്ലേ? അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ഏത് ജാതിയിൽപ്പെട്ടവരെയും അവർക്കെല്ലാവർക്കും അബ്രഹാം പിതാവാണെന്ന് നോക്കണം. നാം എല്ലാവരും ഒരു നിലയിൽ ജാതികളാണ്. എന്നാൽ ജാതികളായ നമുക്കും അബ്രഹാമിന്റെ മക്കൾ എന്ന് പറയുന്ന വലിയ പദവി, അബ്രഹാമിന് ലഭിച്ചിരിക്കുന്ന സകല വാഗ്ദത്വങ്ങൾക്കും നമ്മൾ അവകാശികളാണ്. നോക്കുക, എത്ര വിലപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അബ്രഹാം ബഹുജാതികൾക്ക് പിതാവായി. ദൈവം അതുകൊണ്ടാണ് അബ്രഹാമിനെ അബ്രഹാം എന്ന് വിളിക്കുവാനിടയായത്. ഞാൻ നിന്നെ ബഹുജാതികൾക്ക്, നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം അതിന്റെ 4ഉം 5ഉം വാക്യം. ഉൽപ്പത്തി പുസ്തകം, അവിടെ തന്നെ കർത്താവ് പറയുന്ന ആ വാക്യം വളരെ നല്ല വാക്യമാണ്. എനിക്ക് നിന്നോടൊരു നിയമമുണ്ട്, നീ ബഹുജാതികൾക്ക് പിതാവാകും. ഇനി നിന്നെ അബ്രഹാം എന്നല്ല വിളിക്കേണ്ടത്, ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കിയിരിക്കാൻ നിന്റെ പേർ അബ്രഹാം എന്നിരിക്കണം. അബ്രഹാം. നോക്കണം, ബഹുജാതികൾക്ക് പിതാവ്. ദൈവം പേര് മാറ്റി, അവിടുന്ന് ബഹുജാതികളുടെ പിതാവായി മാറി. എത്ര വലിയൊരു പദവിയാ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ ഒന്ന്, അവിടുന്ന് വിശ്വാസികളുടെ പിതാവാണ്. 2, അവിടുന്ന് ബഹുജാതികൾക്ക് പിതാവാണ്. മൂന്നാമത്തെ കാര്യം, അബ്രഹാമിനെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 23-ാം വാക്യത്തിൽ, യാക്കോബിന്റെ ലേഖനം അതിന്റെ 2-ാം അധ്യായം 23-ാം വാക്യം അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: അബ്രഹാം ദൈവത്തെ വിശ്വസിക്കുകയും അത് അവന് നീതിയായി കണക്കിടുകയും ചെയ്തു എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തിയായി അവൻ ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന് പേർ പ്രാപിച്ചു. ഉണ്ടോ? എന്ത് പ്രാപിച്ചു? ദൈവത്തിന്റെ സ്നേഹിതൻ. നമ്മൾ ചിന്തിക്കുക, ഇതൊരു ചെറിയ കാര്യമാണോ പ്രിയമുള്ളവരെ? അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതൻ. അയ്യോ, ദൈവത്തോട് ചോദിക്കുക, ആരാണ് നിന്റെ സ്നേഹിതൻ എന്ന് ചോദിച്ചാൽ ദൈവം പറയും, അബ്രഹാം എന്റെ സ്നേഹിതനാണ്. എത്ര വലിയ പദവിയാണ് പ്രിയമുള്ളവരെ! അബ്രഹാം എന്റെ സ്നേഹിതൻ. നമ്മൾ ചിന്തിക്കുക, നിങ്ങൾ ആരെയാണ് തന്റെ സ്നേഹിതനാക്കുവാൻ ആഗ്രഹിക്കുന്നത്? എങ്ങനെയുള്ളവരെയാണ്? നോക്കുക, ദൈവത്തിന്റെ സ്നേഹിതൻ എന്നുള്ള പദവി പ്രാപിക്കുക എന്നുള്ളത് എത്ര ഉത്കൃഷ്ടമായ കാര്യമാണ്. ഈ പദവി, ഈ പേര് ഒന്ന് യാക്കോബിലും പിന്നെ 2 സ്ഥലത്തൂടെ നമുക്ക് കാണാൻ കഴിയും. 2 ദിനവൃത്താന്തം അതിന്റെ 2 ദിനവൃത്താന്തം 20-ാം അധ്യായം 2 ദിനവൃത്താന്തം 20-ാം അധ്യായം 7-ാം വാക്യം. നിന്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ സന്തതിക്ക്, നിന്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ സന്തതി, അതിന്റെ 2 ദിനവൃത്താന്തം 20-ാം അധ്യായം അതിന്റെ 7-ാം വാക്യത്തിന്റെ അവസാന ഭാഗമാണ്. അവിടെ വായിക്കുന്നത് നിന്റെ സ്നേഹിതനായ അബ്രഹാം. നോക്കുക, നിന്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ സന്തതി. ഇസ്രായേലിനെ കുറിച്ച് പറയുന്ന കാര്യമാണ്. നിങ്ങൾക്കറിയാം, ഒരിക്കൽ ഒരു സ്ഥലത്തുകൂടെ ഉണ്ട്, യേശയ്യാ പ്രവചനം അതിന്റെ 41-ാം അധ്യായം. യേശയ്യാ പ്രവചനം അതിന്റെ 41-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം. എന്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ സന്തതിയെ. നോക്കുക, അപ്പോൾ ഇവിടെ വളരെ യേശയ്യാ 41-ന്റെ 8-ാം വാക്യം. നീയോ എന്റെ ദാസനായ ഇസ്രായേലെ, ഞാൻ തിരഞ്ഞെടുത്ത യാക്കോബേ, എന്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ സന്തതിയെ. ഉണ്ടോ? എന്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ സന്തതിയെ. ഒന്ന് ചിന്തിച്ച് പ്രിയമുള്ളവരെ, എത്ര വിലപ്പെട്ട കാര്യമാണ്. ദൈവം പറയുകയാണ്, എന്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ സന്തതിയാണ് ഇസ്രായേൽ.
ചിന്തിക്കുക. ദൈവത്തിന് എത്ര സന്തോഷം, അഭിമാനമുണ്ടെന്ന് നോക്കിയേ. അപ്പോൾ ഈ സ്നേഹിതൻ എന്നുള്ള പദവി, അപ്പോൾ അത് അങ്ങനെ ഒരു സ്നേഹിതൻ എന്നുള്ള പദവിയെ വരുമ്പോൾ അവിടുത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ അനേക കാര്യങ്ങളും നമ്മൾ അനേകരിൽ നിന്ന് മറച്ചു വയ്ക്കും. എന്നാൽ ഒരു ഉറ്റ സ്നേഹിതനാണെങ്കിൽ അവനോട് നമ്മൾ ഒരു കാര്യവും മറച്ചു വയ്ക്കുകയില്ല, ഒരു കാര്യവും മറച്ചു വയ്ക്കുകയില്ല. ചിലപ്പോൾ ചില സഹോദരന്മാർ അവരുടെ ഭാര്യമാരോടോ അല്ലെങ്കിൽ മക്കളോടോ ഒക്കെ മറച്ചു വയ്ക്കാൻ പല കാര്യങ്ങൾ. എന്നാൽ ഒരു സ്നേഹിതനോടെല്ലാം തുറന്നു പറയും. അതൊരു വലിയ കാര്യമാണ്. അതുകൊണ്ടാണ് ദൈവം പോലും പറയുന്ന ഈ വാക്യമൊക്കെ നമ്മളെ എത്രമാത്രം ഹൃദയസ്പർശിയായ വാക്കുകളാണ്. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 17-ാം വാക്യത്തിൽ ദൈവം തന്നെ പറയുന്ന ഒരു വാക്യം, അത് നമ്മൾ ശരിക്കും ആത്മാവിൽ ധ്യാനിച്ചാൽ നമ്മുടെ ഹൃദയം വളരെയധികം നമ്മൾ സന്തോഷിക്കാൻ ഇടയായിത്തീരും. അതിന്റെ 17-ാം വാക്യം, അപ്പോൾ യഹോവ അരുളി ചെയ്തത്, ഞാൻ ചെയ്യുവാനിരിക്കുന്നത് അബ്രഹാമിനോട് മറച്ചു വെക്കുമോ? ഉണ്ടോ? ഞാൻ ചെയ്യുവാനിരിക്കുന്നത് അബ്രഹാമിനോട് മറച്ചു വെക്കുമോ? ഒരിക്കലുമില്ല. ഒരു സ്നേഹിതനോട് ഒരു കാര്യവും മറച്ചു വെക്കാൻ കഴിയില്ല. അപ്പോൾ ഈ സ്നേഹിതനെന്ന പദവി എത്ര ഉന്നതമാണ്. ഞാനൊരു കാര്യം പറയട്ടെ ദൈവമക്കളെ, നമുക്കും ദൈവവുമായിട്ട് അങ്ങനെ ഒരു വലിയ ആഴമായ ഒരു ബന്ധമുണ്ടെങ്കിൽ, ദൈവം നമ്മളെ അറിയിക്കാതെ ഒന്നും ചെയ്യുകയില്ല എന്ന് പറയുന്നെങ്കിൽ ഇത് എത്രമാത്രം നമുക്കൊന്നും മനസ്സിലാക്കാനായിട്ട് കഴിയുമോ ആ പദവി? അല്ല, അത് നമ്മുടെ ചിന്തകൾക്കൊക്കെ അപ്പുറമായ കാര്യമാണ്. ദൈവം തന്റെ ദാസന്മാരോട് അറിയിക്കാതെ, അങ്ങനെ ഒരു വാക്യം ആമോസ് 3:7 തന്റെ ദാസന്മാരായ പ്രവാചകന്മാരോട് അറിയിക്കാതെ ദൈവം ഒന്നും ചെയ്യരുത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ദൈവം, ആ ദൈവത്തിന്റെ ആ ഒരു സ്നേഹിതനായി ആ ദൈവം ഒന്നും മറച്ചു വയ്ക്കാതെ എല്ലാം വെളിപ്പെടുത്തുന്ന ഒരു അനുഭവത്തിൽ ജീവിക്കുക എന്ന് പറയുന്നത് എത്ര ശ്രേഷ്ഠമായ ഒരു പദവിയാണ്. ഈ പദവിയിൽ ഒരു ഉന്നതമായ ഉയർച്ച ദൈവം അബ്രഹാമിന് കൊടുത്തു. ദൈവം തന്റെ സ്നേഹിതനായി അബ്രഹാമിനെ ഉയർത്തി. അപ്പോൾ ഒന്ന്, അവിടുന്ന് വിശ്വാസികളുടെ പിതാവാണ്. 2, അവിടുന്ന് ജാതികളുടെ പിതാവാണ്, ബഹുജാതികളുടെ, വെറും ജാതിയല്ല, ബഹുജാതികളുടെ പിതാവാണ്. 3, അവിടുന്ന് ദൈവത്തിന്റെ സ്നേഹിതനാണ്. അവിടുന്ന് ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന മഹാപദവി. 4-ാമത്തെ കാര്യം അവിടെ നമ്മൾ വായിക്കുന്നത്, അവൻ അബ്രഹാമിന്റെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ തക്കവണ്ണം ദൈവത്തിന് അബ്രഹാമിൽ പ്രസാദമുണ്ടായി. ഞാൻ അബ്രഹാമിന്റെ ദൈവമാണ്. അതും വളരെ ഇതല്ലേ. നമ്മൾ ഉൽപ്പത്തി 26-ാം അധ്യായം അതിന്റെ 24-ാം വാക്യം, അവിടെ ഇസ്ഹാക്കിനോട് ദൈവം പറയുന്ന കാര്യമാണ്. അന്ന് രാത്രി യഹോവ അവന് പ്രത്യക്ഷനായി, ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവമാകുന്നു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. എന്റെ ദാസനായ അബ്രഹാം നിമിത്തം ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിന്റെ സന്തതിയെ വർദ്ധിപ്പിക്കും. ഇവിടെ ഇസ്ഹാക്കിനോട് ദൈവം പറയുന്ന കാര്യമാണ്. എന്താണ് പറയുന്നത്? നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവം ആകുന്നു ഞാൻ. നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവമാകുന്നു ഞാൻ. ദൈവത്തിന് ഒരു വ്യക്തിയുടെ പേരെടുത്ത് ഞാൻ ആ വ്യക്തിയുടെ പിതാവാകുന്നു എന്ന് പറയുവാനായിട്ട് ദൈവം അഭിമാനിക്കുന്നു എന്ന് പറയുമ്പോൾ അതെത്ര വലിയ ഒരു പദവിയെ പ്രിയമുള്ളവരെ നമ്മൾ ചിന്തിക്കണം. തിരുവചനത്തിൽ അങ്ങനെ വളരെ കുറച്ച് പേരെ കുറിച്ച് മാത്രമേ ഞാൻ ഇന്നയാളുടെ ദൈവമെന്ന് പറഞ്ഞിട്ടുള്ളൂ. അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, നമ്മൾ മോശയ്ക്ക് ദൈവം ഉൾപ്പറപ്പിൽ പ്രത്യക്ഷനാകുമ്പോൾ മോശയോട് ദൈവം പറയുന്ന ഒരു കാര്യം, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിന്റെ 3-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം, ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമായി നിന്റെ പിതാവിന്റെ ദൈവമാകുന്നു. നോക്കുക, മോശയോട് പറയുകയാണ്, ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമായി
നിന്റെ പിതാവിന്റെ ദൈവമാകുന്നു. നോക്കുക, വളരെ വിലപ്പെട്ട കാര്യമല്ലേ പ്രിയമുള്ളവരെ? അപ്പോൾ ദൈവത്തിന് അബ്രഹാമിനെ കുറിച്ചും ഇസ്ഹാക്കിനെ കുറിച്ചും യാക്കോബിനെ കുറിച്ചും പറയുവാനായിട്ട് എന്തുമാത്രം സന്തോഷമുണ്ട്. വളരെ അപൂർവം ചില ആൾക്കാരുടെ നാമത്തിൽ മാത്രമേ ഇങ്ങനൊരു പ്രയോഗം നമുക്ക് കാണാൻ കഴിയൂ. അപ്പം ദൈവത്തിന് അങ്ങനെ പറയുവാൻ തക്കവണ്ണം ദൈവത്തിന് പ്രസാദമുണ്ടാകണം. നമ്മൾ എബ്രായ ലേഖനത്തിൽ അതിനെക്കുറിച്ച് പറയുന്ന ഒരു വാക്യം, എബ്രായ ലേഖനം 11-ാം അധ്യായം, അതിൻ്റെ 11-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം. അവരോ അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. ആകയാൽ ദൈവം അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നുവല്ലോ. ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. ദൈവത്തിന് ലജ്ജയില്ല. ഞാൻ അബ്രഹാമിന്റെ ദൈവം എന്ന് പറയുമ്പോൾ ദൈവത്തിന് അതിൽ സന്തോഷമാണ്. ദൈവം അതിൽ അഭിമാനിക്കുന്നു. നമുക്കറിയാം, നമ്മൾ ദാനിയേൽ പ്രവചനത്തിലേക്ക് പോയാൽ, ദാനിയേൽ പ്രവചനം അതിൻ്റെ 6-ാം അധ്യായം, ദാനിയേൽ 6 അതിൻ്റെ 26-ാം വാക്യത്തിൽ നെബൂഖദ്നേസർ രാജാവ് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? അവിടെ ദരിയാവേശ് രാജാവ് പറയുന്ന, നെബൂഖദ്നേസർ രാജാവ് അല്ല, ദരിയാവേശ് രാജാവ് പറയുന്ന ഒരു വാക്യമാണത്. അതിന്റെ 6-ാം അധ്യായം 26-ാം വാക്യം. എന്റെ രാജാധിപത്യത്തിൽ ഉൾപ്പെട്ട ഏവരും ദാനിയേലിന്റെ ദൈവത്തിന്റെ മുൻപാകെ, നോക്കണം, ദാനിയേലിന്റെ ദൈവം, ദാനിയേലിന്റെ ദൈവം. ദാനിയേലിനെ സിംഹക്കുഴിയിലിട്ട ശേഷം ദരിയാവേശിന് ഉറക്കം വന്നില്ല. താൻ വെപ്പാട്ടികളെ വരുവാൻ അനുവദിച്ചില്ല. താൻ രാവിലെ ആ ഗുഹയുടെ അടുത്ത് ഇരുന്നിട്ട് വിളിച്ചു ചോദിച്ചത് എന്താണെന്നറിയാമോ? അവൻ ദുഃഖശബ്ദത്തോടെ ദാനിയേലിനെ വിളിച്ചു. രാജാവ് ദാനിയേലിനോട് സംസാരിച്ചു. ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ, നീ ഇടവിടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം സിംഹങ്ങളിൽ നിന്നും നിന്നെ രക്ഷിപ്പാൻ പ്രാപ്തനായോ എന്ന് ചോദിച്ചു. നോക്കണം, വേദനയോടെ കണ്ണുനീരോടെ ദരിയാവേശ് അവിടെ നിന്ന് ചോദിക്കുക. കാരണം ഒരു പ്രതീക്ഷയില്ല, പ്രതീക്ഷയ്ക്ക് വകുപ്പില്ല. എന്നാൽ ഉടനെ ഉത്തരം വരിക. ദാനിയേൽ രാജാവിനോട്, രാജാവ് ദീർഘായുസായിരിക്കട്ടെ, സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എന്റെ ദൈവം തന്റെ ദൂതനെ അയച്ച് അവരുടെ വായടച്ചു കളഞ്ഞു. അവന്റെ സന്നിധിയിൽ ഞാൻ കുറ്റമില്ലാത്തവൻ, രാജാവെ തിരുമുമ്പിലും ഞാൻ ഒരു ദോഷവും ചെയ്തിട്ടില്ല എന്ന് ഉണർത്തിച്ചു. എത്ര രാജാവ് തുള്ളിച്ചാടി. നമ്മൾ ചിന്തിക്കണം, ഒരിക്കലും ദാനിയേൽ രാജാവ് ചിന്തിച്ചില്ല ദാനിയേൽ ജീവിച്ചിരിക്കുന്നുവെന്ന്. കാരണം വളരെ ദുഃഖശബ്ദത്തോടെ, വേദനയോടെ, നുറുങ്ങുന്ന ഹൃദയത്തോടെ മറ്റുള്ളവർ ഒരുമിച്ച് കൂടി വഞ്ചിക്കുകയായിരുന്നു എന്ന് തനിക്ക് ബോധ്യമായി. അതുകൊണ്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം പ്രിയമുള്ളവരെ, അതെ, നമ്മുടെ ദൈവം അവിടുന്ന് എത്ര ഉന്നതനാണെന്ന് വെളിപ്പെടുത്തക്ക ഒരു ജീവിതം നയിക്കുവാൻ നമുക്ക് കഴിയണം പ്രിയമുള്ളവരെ, നമുക്ക് കഴിയണം. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ അതെത്ര ശ്രേഷ്ഠ കാര്യമാണ്, അതെത്ര അഭിമാനകരമായ കാര്യമാണ് പ്രിയമുള്ളവരെ. നമുക്കറിയാം, ഇത് കൂടാണ്ടും നമുക്ക് വായിക്കാൻ കഴിയുന്നത് ഏലിയാവിന്റെ ദൈവം എന്ന ഒരു പ്രയോഗം 2 രാജാവ് അതിന്റെ 2-ാം അധ്യായം, 2 രാജാവ് അതിന്റെ 2-ാം അധ്യായം നമ്മളൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ്. 2 രാജാവ് 2-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം. ഏലിയാവിന്മേൽ നിന്നും വീണ പുതപ്പ് കൊണ്ട് അവൻ വെള്ളത്തെ അടിച്ചു. ഏലിയാവിന്റെ ദൈവമായ യഹോവ എവിടെ? ഏലിയാവിന്റെ ദൈവം. നോക്കുക, ഏലിയാവിന്റെ ദൈവം. അവിടെ ഉത്തരവുണ്ടായി. നദി 2ആയി പിരിഞ്ഞു. നോക്കുക, ഏലിയാവിന്റെ ദൈവം. ഒരു വാക്യം കൂടെ ഞാൻ ദാവീദിനെ കുറിച്ചുകൂടെ പറഞ്ഞ്
ഇവിടെ നിർത്താൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ 2 രാജാവ് 20-ാം അധ്യായം 5-ാം വാക്യം. എന്റെ ജനത്തിന്റെ പ്രഭുവായ ഹിസ്കിയാവോട് പറയേണ്ടത്, നിന്റെ ദൈവമായ ദാവീദിന്റെ നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചെന്നു. നോക്കുക, ദാവീദിന്റെ ദൈവം. നോക്കുക, ദാവീദിന്റെ ദൈവം. എത്ര വിലപ്പെട്ട കാര്യമാണ് പറയുന്നത്. ദാവീദിന്റെ ദൈവം എന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു പദവി ദാവീദിന്റെ ദൈവം എന്ന് വിളിക്കപ്പെടുവാനിടയായി തീർന്നു. അപ്പോൾ അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം എന്ന് മോശയ്ക്ക് വെളിപ്പെട്ടു. ഇസ്ഹാക്കിനോട് പറയുമ്പോൾ ദൈവം പറഞ്ഞു, ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവമാണ്. വീണ്ടും നമ്മൾ നോക്കുന്നത് ദാര്യാവേശ് രാജാവ് പറയുന്നു, ദാവീദിന്റെ ദൈവം, ദാവീദിന്റെ ഇവിടെ സേവിക്കുന്ന ദാവീദിന്റെ ദൈവം. ഏലിയാവിനെ കുറിച്ച് എലീശ പറയുന്നു, ഏലിയാവിന്റെ ദൈവം. നോക്കുക, ഇവിടെ ദൈവം തന്നെ പറയാണ്, ഞാൻ ദാവീദിന്റെ ദൈവമാണ്. എത്ര വലിയ കാര്യമാണ് പ്രിയമുള്ളവരെ, എത്ര വലിയ പദവിയാണ്. അപ്പോൾ ഇങ്ങനെയൊരു അപ്പൊ ദൈവത്തിന് അതിൽ അഭിമാനം കൊള്ളണം. ഈ തലമുറയിൽ നമ്മളുടെ ഓരോരുത്തരെയും പേരെടുത്തിട്ട് ഞാൻ ഇന്നയാളുടെ ദൈവമാണെന്ന് ദൈവത്തിന് പറയുവാൻ ദൈവത്തിന് ലജ്ജ തോന്നുമോ? അത് ദൈവത്തിന് അഭിമാനമായി പറയാൻ കഴിയുമോ? എത്ര വലിയ ഭാഗ്യ പദവിയാണെന്ന് നമ്മൾ ചിന്തിക്കണം. നമുക്കറിയാം, പുതിയ നിയമത്തിൽ എല്ലാ വിശ്വാസികൾക്കും ഈ അലംഘനീയമായ മഹനീയമായ ഒരു പദവി ദൈവം തന്നിട്ടുണ്ട്. നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവ് ആ കാര്യം പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 14-ഉം 15-ഉം വാക്യം വായിക്കുമ്പോൾ കർത്താവോട് എന്താ പറഞ്ഞിരിക്കുന്നത്? 15-ന്റെ 14-ഉം 15-ഉം ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എന്റെ സ്നേഹിതന്മാർ തന്നെ. യജമാനൻ ചെയ്യുന്നത് ദാസൻ അറിയായതുകൊണ്ട് ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് ഇനി പറയുന്നില്ല. ഞാൻ എന്റെ പിതാവിനോട് കേട്ടതെല്ലാം നിങ്ങളോട് അറിയിച്ചതുകൊണ്ട് നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നു. എല്ലാ ദൈവമക്കളെ, എത്ര വലിയ പദവിയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് ആ ഒരു യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ സ്നേഹിതൻ എന്നുള്ള ഒരു പദവിയിൽ ദൈവത്തെ എല്ലായ്പ്പോഴും കേൾക്കുവാനും ഒന്നും മറച്ചു വയ്ക്കാതെ ദൈവത്തിന് നമ്മളോട് സംസാരിക്കുവാനും നമുക്ക് ദൈവത്തോട് സംസാരിക്കാനും കഴിയുന്നുണ്ടോ? ഇതൊരു വലിയ പദവിയല്ലേ? ഇതൊരു അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയല്ലേ പ്രിയമുള്ളവരെ? നമ്മൾ ചിന്തിക്കണം. നമ്മുടെ ജീവിതത്തിൽ ദൈവം, നമുക്കറിയാം, നമുക്ക് നിത്യതയിൽ എന്തെല്ലാം ദൈവം കരുതിയിട്ടുണ്ട്. ഇവയെല്ലാം പ്രാപിക്കാനുള്ള ഒരു സമയം ഇപ്പോഴാണ്. ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ നമ്മൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം നാം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും കർത്താവായ യേശു ക്രിസ്തുവിന്റെ സിംഹാസനത്തിന് മുമ്പിൽ വെളിപ്പെടണമെന്നാണ് 2 കൊരിന്ത്യർ 5:10 നാം വായിക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കുക, നമ്മുടെ ജീവിതത്തിൽ ഈ അനുഗ്രഹീതമായ പദവികളാണ് അബ്രഹാമിന് ദൈവം ലഭിച്ചത്. 4 പദവികളെ കുറിച്ചാണ് ഞാനിവിടെ ഓർപ്പിച്ചത്. വിശ്വാസം മൂലം അബ്രഹാമിന് ലഭിച്ച 4 പദവികൾ. 1, അവിടുന്ന് എല്ലാ വിശ്വാസികൾക്കും പിതാവാണ്. 2, അവിടുന്ന് ബഹുജാതികൾക്ക് പിതാവാണ്. 3, അവിടുന്ന് ദൈവത്തിന്റെ സ്നേഹിതനാണ്. 4, അവൻ അബ്രഹാമിന്റെ ദൈവമാണ്. പേർ ചൊല്ലി അബ്രഹാമിന്റെ ദൈവം എന്നുള്ള ഒരു ഉന്നത പദവി അബ്രഹാമിന് ലഭിക്കുവാനിടയായി. എത്ര വലിയ കാര്യങ്ങൾ! നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കാം. നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ആ വലിയ സ്നേഹിതനുള്ള പദവിയിലേക്ക് ദൈവം നമ്മളെ ഉയർത്തിയിട്ടുണ്ട്. എന്നാൽ ഇന്ന് ദൈവത്തിന് എല്ലാ കാര്യങ്ങളും നമ്മളോട് പറയുവാൻ, പങ്കുവയ്ക്കുവാൻ കഴിയുന്നുണ്ടോ? ആ നിലയിൽ കർത്താവിന് നമുക്ക് ആ സ്നേഹബന്ധത്തിലായിരിക്കുവാൻ കഴിയുന്നുണ്ടോ? നമുക്ക് നമ്മളോടൊന്ന് ചോദിക്കാം. നമ്മുടെ പ്രാഗൽഭ്യം കർത്താവിൽ നിന്ന് നമുക്ക് ആ നിലയിലുള്ളതെല്ലാം കേൾക്കുവാനും അറിയുവാനും കഴിയുന്നുണ്ടെങ്കിൽ അതെത്ര ധന്യമായ ഒരു അനുഭവമാണ്. കർത്താവ് ആ ഉന്നതമായ നിലയിൽ, പ്രത്യേകിച്ചും നിത്യത്തിലേക്ക് വേണ്ടി ദൈവം നമുക്ക് കരുതിയിരിക്കുന്ന അതിനെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ ഉന്നതമായ പദവികളിലേക്ക് എത്തുവാൻ കർത്താവ് എല്ലാ കേൾവിക്കാർക്കും ഇടയാക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്
എൻ്റെ ഇന്നത്തെ ഈ സന്ദേശം ഇവിടെ നിർത്തുന്നു. കർത്താവിന് മാത്രം ഉണ്ടാകട്ടെ. ആമേൻ.